സമാധാനായി. അമ്പിളിമാമനെ പിടിക്കാനായിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇതിപ്പോ കൊണ്ടുതരാൻ ആളായല്ലോ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അമ്പിളിമാമന് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാർഡ്ബോർഡിന്റെ പീസോ കേക്കിന്റെ ബേസോ എടുക്കുക. നമ്മുടെ മൂണിന്റെ ഷേപ്പിൽ വരച്ചു കൊടുക്കുക. കട്ട് ചെയ്തെടുക്കുക. മൂണിനെ സ്ട്രൈറ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു റെക്ടാംഗിൾ പീസ് അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മുഴുവൻ ബ്ലാക്ക് അക്രിലിക് കളർ അപ്ലൈ ചെയ്യുക. ഇതെന്താ ബ്ലാക്ക് എന്നല്ലേ? പണി വരുന്നുണ്ട് പറച്ച. വെയിറ്റ് ആൻഡ് സീ. ഇതാണ് നമ്മുടെ പണി. ട്രയാങ്കിൾ ഷേപ്പിലെ ചെറിയ മിറേഴ്സും അതേ ഷേപ്പിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്ന പണ്ടെങ്ങോ വാങ്ങിച്ച ഗ്ലിറ്റർ ഫോമുമാണിത്. അത് രണ്ടും കൂടെ അറഞ്ചും പുറഞ്ചും നമ്മുടെ ചന്ദ്രനിലേക്ക് ഒട്ടിച്ചങ്ങ് കൊടുക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ആഗ്രഹം, നമ്മുടെ അമ്പിളിമാമനിൽ ഒരു ഊഞ്ഞാല് കെട്ടണമെന്ന്. ചെറിയൊരു ആഗ്രഹം അല്ലേ? എന്നാ പിന്നെ എന്തിനാ കാത്തിരിക്കണേ, പെട്ടെന്നങ്ങ് നടത്തിയേക്കാന്ന് വിചാരിച്ചു. എല്ലാം കൂടെ ഒട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയാൽ എങ്ങനെയുണ്ട് നമ്മുടെ ചന്ദ്രേട്ടൻ്റെ ലുക്ക്? അടിപൊളിയായിട്ടില്ലേ? ഇനി വേണ്ടത് നമ്മുടെ അമ്പിളിമാമനെ നിർത്താനായിട്ടൊരു ബേസാണ്. അതിന് ഇതേപോലെ ആവശ്യമില്ലാത്തൊരു പ്ലാസ്റ്റിക്കിന്റെ അടപ്പെടുക്കുക. എന്നിട്ട് ചന്ദ്രനെ നേരെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ് യൂഷ്വൽ വൈറ്റ് സിമെന്റ്, വെള്ളം, ഫെവിക്കോൾ പേസ്റ്റ് ആക്കി വെക്കുക. അതിലേക്ക് മുണ്ടയും കൂടെ ഇറക്കി വെച്ചിട്ട് സെറ്റ് ആക്കുക. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബേസിനും കൂടെ കളർ കൊടുക്കുക. ടേപ്പ് തീർന്നു പോയൊരു ടേപ്പ് റോളിന്റെ അസ്ഥികൂടമാണിത്. കൈ കെട്ടിയപ്പോൾ കളയാൻ തോന്നിയില്ല. ഇവനാണ് നമുക്ക് അമ്പിളിമാമനിലെ ഒരു ഊഞ്ഞാലിന്റെ ഐഡിയ ഉണ്ടാക്കി തന്നതും. ഇനി ആവശ്യത്തിന് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി എടുക്കുക. ശേഷം ഇതേപോലെ കുറച്ച് വീതിയുള്ള ഒരു വൈറ്റ് കളറിലെ നൂലെടുക്കുക. അതിൻ്റെ അറ്റത്ത് ഒരു കെട്ടിടുക. എന്നിട്ട് ഇതേപോലെ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഊഞ്ഞാൽ റെഡി. നമ്മുടെ റിംഗ് ഊഞ്ഞാലിന്റെ ചുറ്റും കുറച്ച് വൈറ്റ് ബീഡ്സും കൂടെ ഒട്ടിച്ച് ഞാൻ ആർഭാടമാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അമ്പിളിമാമനുമായി ഊഞ്ഞാലുമായി. ഇനി എന്താ വേണ്ടേ? ഊഞ്ഞാലിരിക്കാൻ ഒരാളല്ലേ വേണ്ടേ? അതിനാണ് ഈ കുഞ്ഞിപ്പെണ്ണ്. നമ്മുടെ വരദൂട്ടിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ പെട്ടതാണ് ഇവളും. അതുകൊണ്ട് തന്നെ ഇവളെ സ്വന്തമാക്കുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്ത് അടിപൊളിയാക്കി തരാന്നൊക്കെ പറഞ്ഞ് നൈസായി വാങ്ങിയെടുത്തു. ഊഞ്ഞാലിരിക്കുന്ന നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ അമ്പിളിമാമനിലേക്ക് കെട്ടിക്കൊടുത്താൽ നമ്മുടെ പണി കഴിഞ്ഞു. പ്ലാസ്റ്റിക് അടപ്പിന്റെ താഴ്ഭാഗത്ത് ഒരു ഗ്ലിറ്റർ ഫോം കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്വിംഗിങ് ഗേൾ ഓൺ മൂൺ അഥവാ ചന്ദ്രനിൽ ഊഞ്ഞാലാടുന്ന പെൺകുട്ടി. നമ്മുടെ അമ്പിളിമാമനും കുഞ്ഞിപ്പെണ്ണും ഊഞ്ഞാലും ഒക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും അടിപൊളിയായിട്ട് കിട്ടിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കണം, സജഷൻസ് കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിടാം.